അനു കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ രേണു ചേച്ചിന്റെ അടുത്ത് പോയത് കൊണ്ട് എന്താ എങ്ങനെ പുള്ളിക്കാരിക്ക് എന്താ പറയുക ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു പോയി. അത് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദില നൂറയൊക്കെ. അപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു സമയം നമുക്ക് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനിമോളും ആദിലയും നൂറയും രേണു സുധിയെ കാണാൻ പോയ വാർത്ത രേണു സുധി സന്തോഷകരമായിട്ട് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ക്യാൻസർ എന്ന രോഗത്തിന് ശേഷവും കീമോ ഒക്കെ എടുത്ത് ആരോഗ്യപരമായി അത്ര നല്ല അവസ്ഥയിൽ കൂടി അല്ലാഞ്ഞിട്ട് പോലും രേണു സുധി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ രേണു സുധിയുടെ പേരിൽ ഇപ്പോഴും സ്റ്റിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ തിരിച്ചു വരും, എന്നെക്കൊണ്ട് തിരിച്ചു വരാൻ പറ്റും എന്ന രീതിയിലാണ് രേണു സുധി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്റെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അതിനോടൊപ്പം തന്നെ തന്റെ സുഹൃത്തുക്കൾ തന്നെ കാണാൻ വന്നതിന്റെ വിവരവും രേണു സുധി പങ്കുവച്ചിരുന്നു. രേണു ചേച്ചി ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞെന്നും ബിഗ് ബോസിലെ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുമൊക്കെയാണ് അനുമോള് പറഞ്ഞത്. കിച്ചൂരിന്റെ ഇഷ്ടമല്ലേ, ഓരോരുത്തർ ഇഷ്ടമല്ല, ഓരോരുത്തർ എങ്ങനെ വീഡിയോ ചെയ്യണ്ടെന്നുള്ളത്. അപ്പൊ അതിൽ എനിക്കൊന്നും പറയാനില്ല. അത് അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ്. അതിൽ ഞാനൊന്നും സംസാരിക്കാനും ചേച്ചിട്ടും പറഞ്ഞിട്ടില്ല, ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, ഈ ചെവി കൊടുക്കുക, ഈ ചെവി കൊടുക്കുക. അപ്പൊ ഞാൻ കിച്ചുനെ ഞാൻ വിളിച്ചിട്ടില്ല, കിച്ചുവിനത്തെ അതാ പറയാനുള്ളത്. കാരണം അവരുടെ മുന്നത്തെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. അത് ഇപ്പോഴത്തെ അത് ഇപ്പൊ ഒരു വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അവൻ ഒരുപാട് ചിലപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്നും പ്രതികരിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പോകില്ല. നമ്മൾ പുള്ളിക്കാരി കാണുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറില്ല, ചോദിക്കാൻ ഇടം കൊടുത്തില്ല, അത്രയാണ്. കിച്ചുവും രേണുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് അനുമോളോട് ചോദിച്ചപ്പോൾ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അതിനകത്ത് എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നാണ് അനുമോൾ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അനുമോൾക്ക് അതിനകത്ത് എന്ത് പറയാനാണ്? കാരണം രേണുവും കിച്ചുവും തമ്മിൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിലാണ് തീർക്കേണ്ടത്. അപ്പോൾ അനുമോളോട് ചോദിച്ചാലും അനുമോൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കാണത്തില്ല. അപ്പോൾ അനുമോളും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനൊരു വയ്യാതിരിക്കുന്ന സമയത്ത് കിച്ചു ഇങ്ങനെ ഒന്നും പ്രതികരിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണ്ട എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത്. ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ടില്ല, വിളിക്കുവാണെങ്കിൽ എനിക്ക് അവനോട് പറയാനുള്ളത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറഞ്ഞത്. അതേപോലെ തന്നെ രേണു പണ്ടത്തെ ഉള്ള ഏതെങ്കിലും ഒരു പ്രവർത്തികൾ കിച്ചുവിനെ ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം കിച്ചു ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ള രീതിയിലും അനുമോൾ പറയുകയുണ്ടായി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനുമോളും രേണുവും തമ്മിൽ അത്ര സ്നേഹബന്ധത്തിലായിരുന്നില്ല, ഒരു കോൺടാക്റ്റും ഇല്ല എന്നുള്ളത് അനുവും രേണുവും ഒരുപാട് തവണ വ്യക്തമാക്കിയ കാര്യമാണ്. അത് മാത്രമല്ല അത്ര സ്വരച്ചേർച്ചയിലും ആയിരുന്നില്ല, സുധിയുമായിട്ടൊരു നല്ല ബന്ധമാണ് അനുമോൾ പുലർത്തിയിരുന്നത്. പക്ഷേ ബിഗ് ബോസിന് ശേഷം രേണു തീർത്തും അനുമോളെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് പല വീഡിയോകളും വളരെ വ്യക്തമാണ്. അനുമോൾ മാക്സിമം അത് അങ്ങനെ അല്ലാതെ തീർക്കാനൊക്കെ പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും രേണു സുധി തീർത്തും ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതി തന്നെയാണ്. അതിൻ്റെ ഒരുപാട് വീഡിയോകളൊന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പം രണ്ടുപേരും ഒരുമിച്ചുള്ള ഇതിൽ കണ്ടുപിടിക്കണം, ഒരുമിച്ച് എന്തെങ്കിലും പ്രോഗ്രാം വരോട് കണ്ടുപിടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം അനുമോൾക്ക് എന്നെ കാണാൻ വരാൻ സമയമില്ല, എനിക്ക് അനുമോളെ കാണാൻ വരാൻ സമയമില്ല. കാരണം അനുമോളുടെ തിരക്ക് രേണു സുധി തിരക്ക്, അതുകൊണ്ടാണ് കണ്ടുമുട്ടാറ്. അല്ല, രേണു ചേച്ചി ഞാൻ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതുവരെ ഇല്ല. ഇതിന് മുമ്പ് ഈ ചേച്ചിക്ക് അവാർഡുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് തലേദിവസം പുള്ളിക്കാരിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വരുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് പോകണുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. അവിടെ വന്നപ്പോഴും സംസാരിച്ചു. പക്ഷേ ഈ വീഡിയോ എടുത്ത ആൾക്കാർ ചെറുതായിട്ട് മാത്രം കിട്ടുണ്ടായിരുന്നു. അത് കണ്ടായി. പിന്നെ ആ സമയത്ത് ചേച്ചിയുടെ ഫേസ് ഞാനും ശ്രദ്ധിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും മനുഷ്യനല്ലേ, എന്തെങ്കിലും വിഷമിക്കുന്ന സമയത്തായിരിക്കാം അങ്ങനെ കാണിച്ചത്, എനിക്കറിയില്ല. അല്ലാതെ ഞാനും ചേച്ചി തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും. നീ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്? ഒരു പ്രശ്നമില്ല, ഇതുവരെ ഒരു പ്രശ്നമില്ല. സ്റ്റാർ മാജിക്കിൽ ഏതെങ്കിലും ടീം ഈ അനുമോളൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ഇല്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ ചെറിയ ചർച്ച ഉണ്ട് എന്നൊരു ഭയങ്കരമായിട്ടൊരു ഞാൻ പറയട്ടെ, ഇന്ന് ബിഗ് ബോസിൽ ബിന്നിയുടെ പ്രോഗ്രാം എന്തോ നടപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. ഷോപ്പ് അനുമോൾ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, അതിന് മുന്നേ പല പല പ്രോഗ്രാമുകൾ വന്നു. ഒന്നെങ്കിൽ ഞാനപ്പോൾ ദുബായി പോയിക്കായിരുന്നു, ഇവരെല്ലാം ഒന്നിച്ചു കൂടി. എനിക്ക് ഓരോ പ്രോഗ്രാം എന്നെ ബിന്നി എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ മാനേജർ ഈ പ്രോഗ്രാം കൺഫേം ആക്കി. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പൊരുത്തക്കേടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരസ്പരം കോൺടാക്റ്റുകൾ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ആവശ്യം വരുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ, ഒരു വിഷമഘട്ടം വരുമ്പോൾ വിളിക്കാനും അത് ചെന്ന് കാണാനും ഒക്കെ തോന്നിയത് ഒരു മാനുഷിക പരിഗണന, അല്ലെങ്കിൽ ഒരു സ്നേഹം, അതൊരു മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അനുമോൾ ആ ചെയ്തത് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു രേണു സുധിക്ക്. അത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് രേണു സുധി തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചത്.